ഇന്ന് സബ് ടൈറ്റിലായിട്ട് നാം കേൾക്കുവാനായിട്ട് പോകുന്നത് സാത്താൻ ശിശുവിൽ നിന്ന് സ്ത്രീയിലേക്ക് തിരിയുന്നതിന് മുമ്പ് സ്ത്രീയിൽ നിന്ന് ശിശുവിലേക്ക് മാറുക. In that context, the subtitle that we are going to focus on today is Before Satan turns from the child to a woman, let us turn from a woman to a child. आज जो हम सुनने वाले संदेश उससे जुड़ा हुआ है और उसका ऐसा है कि शैतान उस स्त्री के पीछे जाने से को छोड़कर बच्चे के पीछे जाने से पहले हम स्त्री से बच्चे में बदले. സൂര്യനണിഞ്ഞൊരു സ്ത്രീയെ തലയിൽ 12 നക്ഷത്രങ്ങൾ, കാലിന്റെ കീഴിൽ ചന്ദ്രൻ, താൻ ഗർഭിണിയാണ്. ഇപ്പൊ കുഞ്ഞ് പുറത്തല്ല അകത്താണെന്ന് ചിന്തിച്ചോളണം, വയറിനകത്താണെന്ന് ചിന്തിച്ചോളണം. സഭ, സ്ത്രീ, സഭയുടെ ഉള്ളില്, വയറിന്റെ ഉള്ളില് കുഞ്ഞ്. ഇത് പുറത്തല്ല, വയറിന്റെ ഉള്ളിലാ. അതായത് സ്ത്രീ സഭയും വയറിന്റെ ഉള്ളിൽ ഈ കുഞ്ഞും കൂടി ഒന്നാ, ഒറ്റ ബോഡിയാണ്. ഇനി ഈ പിശാച്, ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് പിശാച്, സോറി കേട്ടോ, ഇദ്ദേഹത്തിന്റെ നോട്ടം മുഴുവൻ ഈ കുഞ്ഞിനെ വിഴുങ്ങണമെന്ന്, പ്രസവിക്കാൻ പോണ കുഞ്ഞിനെ വിഴുങ്ങണമെന്നാണ് നോട്ടം മുഴുവൻ. പിടുത്തം കിട്ടിയ ഇനി ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ നേരെ പോയിരിക്കാൻ പോണത് ഇദ്ദേഹം ആരാന്നറിയാമോ? സ്വർഗസ്ഥ പിതാവ്. ഈ സ്വർഗസ്ഥ പിതാവിന്റെ ഇങ്ങോട്ട് വാടാ മോനെ, മടിയിലേക്ക് ഏറ്റുപിടിച്ചിരുത്തോ. ആ സിംഹാസനത്തിലേക്കാണ് കുട്ടി പോകുന്നത്. കുട്ടി എന്തിനാണെന്നറിയാമോ പോണേ? സർവ്വ ലോകത്തെയും വാഴാനുള്ള കുട്ടിയാണത്. പിടുത്തം കിട്ടിയ സ്ത്രീ അല്ല വാഴാൻ പോണേ, കുട്ടിയെ വാഴാൻ പോണേ. നിങ്ങൾ മനസ്സിലാക്കുക, സർവ്വലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് വാഴാനുള്ള കുട്ടിയാണ് ഇരിക്കണേ. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ഈ പിതാവിന്റെ മടിയിലല്ല. ഈ കുട്ടി ഇപ്പോ ഈ സ്ത്രീയുടെ ഉദരത്തിലാണ്. ഈ സ്ത്രീയാണ് സഭ. ഇപ്പൊ ഒറ്റയാണ് ഈ സ്ത്രീ. കുഞ്ഞ് പുറത്തല്ല, കുഞ്ഞ് അകത്താണ്. ഈ സ്ത്രീയാണ് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം, കുഞ്ഞാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം. So we are having a small demonstration here to describe the scene in the book of Revelation chapter 12. So the brother here wearing the black shirt is the Satan, it stands for the Satan, and the sister is the church, and the child is the child of that sister. Now the child is, imagine the child is in the mother's womb, and the aim of Satan here is that as soon as the child is born, to swallow the child. But as soon as the child is born, child is taken up to heaven, to the throne of the Father in heaven. And that's the scene that we have here. और यहाँ पर जो हम मंच पर दिखा रहे हैं, वहाँ स्टेज में आप देख सकते हैं, मंच पर जो है भाई खड़े हैं ब्लैक शर्ट पहनकर, काले शर्ट पहनकर, वो शैतान को दर्शाते हैं. और बहन जो है वो है, हमने जो प्रकाशित वाक्य में पढ़ा, स्त्री, और उनका बच्चा जो है, वो बच्चा जो है आप मान लो कि उस स्त्री के गर्भ के अंदर है. शैतान ये चाहता है कि जैसे ही वो स्त्री बच्चे को जन्माती है उस बच्चे को निगल लेना, लेकिन वो बच्चा जैसे ही पैदा होता है वो परमेश्वर जो यहाँ पर कुर्सी में बैठे हैं, परमेश्वर पिता के पास वो ले लिया जाता है. इसलिए क्योंकि वो बच्चे को सारे संसार पर राज करना है, स्त्री को नहीं राज करना है. राज करने वाला वो बच्चा है. और स्त्री बुलाए हुए लोगों को दर्शाती है और बच्चा जो है चुने हुए लोगों को दर्शाता है. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ ഓരോ സ്റ്റേജും ഇരുന്നിരുന്ന് പഠിക്കേണ്ടതാ. ഹല്ലേലൂയ. ജനറലി ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇവിടെ തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇങ്ങോട്ടേക്ക്, അതായത് സഭയിലുള്ള നമ്മൾ ഈ വീട്ടിൽ ജനിച്ച ആ പുതിയ സൃഷ്ടിയിലേക്ക് എങ്ങനെ മാറുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. ആത്മാവ്, ഇത് ദേഹി, ഇത് ശരീരം. ഇത് മനസ്സിലാക്കുക. എന്നിട്ട് ഈ പാവയെ തൽക്കാലം നമുക്ക് ദേഹിയാക്കാം. ഓക്കെ, മാറോട് ചേർത്ത് വെച്ചോ. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ, ഈ മനുഷ്യന് ജഡരക്തത്തിന് ഇങ്ങോട്ട് മാറാൻ പറ്റൂല. കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഈ ഒരു സത്യം തിരിച്ചറിയണം. പകരം ഞാൻ നിങ്ങളും മാറേണ്ടത് നമ്മുടെ സോളാണ് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യേണ്ടത്. ജഡരക്തം ഇവിടെ കൊണ്ട് അവസാനിക്കാം, പക്ഷെ സോള് ജഡരക്തത്തോട് കൂടെ ചേർന്ന് നിന്നിട്ട് നശിച്ചു പോകരുത്. സോള് വേണം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ വരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സോള് ജഡത്തിൻ്റെയും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെയും വിട്ട് യേശുവെ അനുഗമിച്ച് ജഡമണ്ഡലം വിട്ട് യേശുവെ അനുഗമിച്ച് ജഡമണ്ഡലം വിട്ട് പിൻപിലുള്ളതിനെ മറന്ന്, ജഡത്തിലെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയി, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ, ആരാണ്? ഇതാ സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിലൊരു ജീവിതത്തിനായി ക്രിസ്തുവെ അനുഗമിച്ച് ഇതാ പുതിയ സൃഷ്ടിയുമായി സോള് ഒന്നായി തീർന്നു. ഇങ്ങനെയാണ് സാത്താൻ ഇവിടെ നിന്ന് തള്ളി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ഇതാ
ആത്മമണ്ഡലത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നത്. So now you may be wondering how will the woman move from the earthly realm to the heavenly realm. So as we had spoken earlier, a person is consisting of the three parts. There is the body, then there is the soul, and then there is the spirit. Now Bible says that flesh and blood cannot inherit the heavens, so cannot enter the kingdom of God. So the fleshly body cannot enter the heavens, but what can enter is the soul. So and the soul of the believer, before Satan comes down, should follow Jesus Christ, must leave what is behind and follow Jesus Christ and move towards the heavenly realms. आप लोग सोचते होंगे कि ये कैसे संभव है, हम जो शरीर में हैं हम आत्मा के स्थानों में हम कैसे पहुंच सकते हैं. तो इस प्रकार है कि हम जानते हैं कि व्यक्ति के अंदर 3 भाग होते हैं. एक है उसका आत्मा, दूसरा है प्राण और तीसरा है शरीर. तो हमारे प्राण को जब हम शरीर में रहते हैं तो शारीरिक बातों के बारे में ही उसके पीछे ही न दौड़ते हुए, अगर जब हम यीशु मसीह के पीछे चलेंगे तो चलते चलते धीरे धीरे हमारा प्राण जो है आत्मा के साथ, जो मसीह के साथ है, उसके साथ मिल जाएगा. ഹല്ലേലൂയ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ രസകരമായ സംഭവമാണ് ദൈവം നമ്മളോട് പറഞ്ഞിരുന്നത്. സാത്താൻ ബോഡി രൂപത്തിൽ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബോഡിയിലുള്ള നീ ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് പോവുക. സിമ്പിളാ അത്. പക്ഷെ സാധാരണ മനസ്സിന് ഇത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇനി യാത്രയും ബലാത്കാരികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. So what God is saying here is that is very simple. Before Satan comes to the earth in bodily form, you who have a body, your soul must move from the body to the heavenly realms. तो ये बिल्कुल सरल बात है जो परमेश्वर ने आज हमें बताया है कि हमें शैतान देहधारी होकर इस संसार में आने से पहले हम जो इस संसार में हैं और देह रूपी है, हमें आत्म रूपी होकर बदलना है. और ये बदलाव जो है, बदलाव में जो यात्रा है वो भी आसान नहीं है. वो बलपूर्वक ही हो सकता है, बलात्कारी वो प्राप्त कर सकेंगे. സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദക്കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിൻ്റെ ജീവനും ദൈവിക ദർശനവും ദൈവിക സമാധാനവും നിങ്ങളുടെ ആത്മാവിനും ദേഹിയിലും ശരീരത്തിലും ഒരേപോലെ കടന്നു വരുവാനിടയാകട്ടെ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Greetings in the name of God our Father and our Lord and Savior Jesus Christ to everyone present in the hall and everyone listening to this message through online media. May the peace and the vision of God come upon you and in both in your spirit and your body. परमेश्वर का नाम का महिमा हो. पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को जो यहाँ पर उपस्थित है और जो हमें सुन और देख रहे हैं व्यक्त करना चाहते हैं, परमेश्वर की शांति, दर्शन और हर आशीष आपके शरीर, प्राण और आत्मा में एक ही जैसे बह सके. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 1-2 ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരുന്ന ഒരു സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. പിശാചിൻ്റെ ജപ്തിയും സ്ഥലം മാറ്റവും എന്നുള്ള ഒരു അപൂർവ ടൈറ്റിലിൻ്റെ കീഴിലാണ് നാം ഇന്ന് കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. So we have been hearing a title for the last few weeks, and that's people listen up, devil's seizure and transfer, and we are going to hear another message under that title. पिछले कुछ दिनों से पहले हमने जो संदेश सुना था वो कुछ अलग था, अजूबा-सा था. वो ऐसा था कि हे लोगों सुन लो, शैतान का पकड़ा जाना और उसकी जगह बदली. उसके विषय में ही हम अधिक सुनेंगे. ഇന്ന് അതുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് നാം കേൾക്കുവാനായിട്ട് പോകുന്നത് സാത്താൻ ശിശുവിൽ നിന്ന് സ്ത്രീയിലേക്ക് തിരിയുന്നതിന് മുമ്പ് സ്ത്രീയിൽ നിന്ന് ശിശുവിലേക്ക് മാറുക. In that context, the subtitle that we are going to focus on today is Before Satan turns from the child to a woman, let us turn from a woman to a child. आज जो हम सुनने वाले संदेश उससे जुड़ा हुआ है और उसका उपक्रम ऐसा है कि शैतान उस स्त्री के पीछे जाने से
को छोड़कर बच्चे के पीछे जाने से पहले हम स्त्री से बच्चे में बदले. ഒരു പക്ഷേ ഈ ടൈറ്റിൽ നിങ്ങൾക്കൊരു അതിശയകരമായ ടൈറ്റിലായിട്ട് തോന്നാം. പക്ഷേ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചിന്തകൾ സഭയ്ക്ക് അപ്പോഴപ്പോൾ കൊടുക്കേണ്ട ഒരു ചുമതല എനിക്കുള്ളത് കൊണ്ട് അതെൻ്റെ ഹെവൻലി ഡ്യൂട്ടി ആയതുകൊണ്ടുമാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. അതുകൂടി കറക്റ്റ് ചെയ്തിട്ട് അത് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. സാത്താൻ ശിശുവിൽ നിന്ന് സ്ത്രീയിലേക്ക് തിരിയുന്നതിന് മുൻപ് നാം സ്ത്രീയിൽ നിന്ന് ശിശുവിലേക്ക് മാറുക. എ വുമൺ എ ചൈൽഡ് അല്ല, ദി വുമൺ ആൻഡ് ദി ചൈൽഡാണ്. So this title is a bit surprising, but whatever God gives, I need to give to you, and I have corrected a title a bit. Before Satan turns from the child to the woman, let us turn from the woman to the child. और ये संदेश है, उसका शीर्षक इस प्रकार है, परमेश्वर जो हमें देता है लोगों तक पहुंचाना मेरा फ़र्ज़ है. तो शीर्षक इस तरह से है, शैतान उस शिशु के पीछे जाने से, उस स्त्री के पीछे जाने से पहले हम स्त्री से शिशु में बदले. ശ്രദ്ധിച്ചാട്ടെ, ഈ സന്ദേശം ഇന്ന് പുതിയതായിട്ട് വന്നവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലായില്ലെന്നിരിക്കാം. നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വെളിപ്പാട് പുസ്തകത്തിലൊരു കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ഒരു കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലായാലും കുഴപ്പമില്ല, തുടർന്ന് കുറേശ്ശെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കാരണം ഇച്ചിരി ഇത് ആത്മീയ കാര്യങ്ങളാണ്. ഈവൺ സഭയിലെ പാസ്റ്റർമാർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം ഒരു ഡെമോയിലൂടെ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. So if you are coming for the first time to this church, you may have difficulty following this message because this message is based on the prophecy in the book of Revelation chapter 12, and we have already covered few topics, but by the grace of God you would, as you listen up, you will understand more and more, and I would like to quickly go through this message through a demo. शायद हो सके कि पहली बार अगर सुने तो ये संदेश समझ में नहीं आए, लेकिन आपको वो धीरे समझ आएगा. ये ऐसा विषय है कि अनेक परमेश्वर के सेवकों को भी नहीं ठीक तरह से समझता, तो हम परमेश्वर तो कुछ चित्र और इस प्रकार की सहायता लेकर हम समझाना चाहते हैं. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പുതിയതായിട്ട് കടന്നു വന്ന വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ആ ചാപ്റ്ററിലെ ആ 5 വരെയുള്ള വാക്യങ്ങളിലെ രംഗമാണ് ഇവിടെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. So what is shown in the screen is the scene from the book of Revelation chapter 12 from verse 1 to verse 5. और यहाँ पर प्रकाशित वाक्य 12वां अध्याय उसका 1 से लेकर 5वां आयत है. खासतौर से जो पहली बार सुन रहे या नए आए हैं वो ध्यान दें. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാനായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതിയെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ശ്രദ്ധിച്ചേ, ഈ 5 വാക്യത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു, പിശാച് എന്ത് ചെയ്യുന്നു വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ദൈവം ചെയ്യുന്നത് ആ സ്ത്രീയിലൂടെ, സ്ത്രീ വേറെ ആരുമല്ല, സഭയാണ്. എനിക്ക് മനസ്സിലാക്കി തന്നത് ദൈവം അങ്ങനെയാണ്. ചിലർക്കത് കന്യാമറിയെന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നു, നിങ്ങളോടൊന്നും എനിക്ക് പറയാനില്ല. ചിലർക്കത് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നു, നിങ്ങളോടും എനിക്കൊന്നും പറയാനില്ല. പകരം സഭയോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് സ്ത്രീയാണ്. കന്യാമറിയം എന്ന് പറയുന്നവരോടും ഇസ്രായേൽ മക്കളെന്ന് പറയുന്നവരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ കന്യാമറിയം സഭയിലില്ലേ? ഈ ഇസ്രായേൽ മക്കൾ സഭയിലില്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ പരിച്ഛേദനെന്നോ പരിച്ഛേദനം കഴിക്കാത്തവനെന്നോ ഒന്നുമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ.
ഹല്ലേലൂയ. എന്തിനാ നമ്മൾ വെറുതെ വെട്ടിമുറിച്ച് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആക്കണേ? ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കുക, ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി, ഒരു സഭയാക്കി. ആദ്യമ നൂറ്റാണ്ടിൽ എല്ലാ സഭയിലുള്ള എല്ലാവരും യഹൂദന്മാരായിരുന്നു, ജാതികളല്ലായിരുന്നു. തുടർന്നാണ് ജാതികളും കൂടെ അതിൻ്റെ കൂടെ കൂടിയത്. രണ്ടും കൂടെ, ഇരുവരും കൂടെ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം വളരെ ക്ലിയറായിട്ട് പറയുന്നു. അതുകൊണ്ട് തുടർന്ന് ശ്രദ്ധയോടെ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഭാവിയിലേക്ക് അതിവേഗം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. So let's read the Bible verse regarding the scene on the screen. This is the book of Revelation chapter 12 verse 1-5. A great sign appeared in heaven, a woman clothed with the sun, with the moon under her feet and a crown of 12 stars on her head. She was pregnant and cried out in pain as she was about to give birth. Then another sign appeared in heaven, an enormous red dragon with 7 heads and 10 horns and 7 crowns on its heads. Its tail swept a third of the stars out of the sky and flung them to the earth. The dragon stood in front of the woman who was about to give birth, so that it might devour her child the moment he was born. She gave birth to a son, a male child, who will rule all the nations with an iron scepter, and her child was snatched up to God and to his throne. So this is the scene in the book of Revelation chapter 12 verse 1-5. Here it is described what God intends to do. God intends to have a son who will rule the nations with an iron scepter, and what Satan intends to do. Now many say that the woman in this picture is, some say that it's the church. I believe that it's the church. Some say that it's Israel. Some say that it's Mother Mary. But you cannot. So we believe that it's the church. और वचन का भाग आप पढ़ सकते हैं, प्रकाशित वाक्य 12 उसका 1-5। वहाँ पर ये घटना होता है कि एक स्त्री है जो बच्ची को जन्माने पर है, और वो पहला चिन्ह है। दूसरा चिन्ह ये है कि एक अजगर है जो स्वर्ग से आता है, गिरता है, और वो उस स्त्री के पीछे है, और वो बच्चे को पकड़ने को चाहता है। तो ये बाइबल सीखने वाले में से अनेक विचारधारा है कि वो स्त्री कौन है। कुछ लोग मानते हैं कि वो माता मरियम है, कुछ लोग मानते हैं कि वो इस्राएल का राष्ट्र है। और ये भी एक विचार है कि परमेश्वर की आत्मा ने मुझको कलीसिया को बताने के लिए ये दिया है कि वो स्त्री जो है वो कलीसिया को दर्शाती है। तो इस बात को हम मन में रख कर चलेंगे। ചില ഡെമോയിലൂടെ ഒന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പതിവിലാണ് നോക്കിയ ഒരു കൊച്ചു മുമ്പിലിരിക്കണം. അപ്പോൾ ഞാൻ നോക്കിയ കൊച്ചിൻ്റെ അമ്മയുണ്ട്, ബിന്ദു ഇവിടെയുണ്ട്. എന്നോടുകൂടെ ഒന്ന് സഹകരിക്കണം. ഓക്കെ, അമ്മയും മോനും ഒന്ന് മുമ്പോട്ട് കടന്നു വരണം. കാരണം ഇവിടെയുണ്ട് ഒരു അമ്മയും മോനും. അപ്പോൾ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമാണ്. കമോ മോനെ ഇവിടെ ആ കസേരയും എടുത്തോ. മോനെ എടുക്കണ്ട, ചേട്ടാ എടുത്തോണ്ട് വരും. വാ, മുമ്പേ അമ്മയുടെ കൂടെ പോയി നിന്നോ. അമ്മ കസേര നിൽക്കട്ടെ. കസേര പിടിയിട്ടോ. താങ്ക് യു. ഒരു കാര്യം ചെയ്തോ, അവിടെ ഇരുന്നോ, വന്നതല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക. കൂടെ നിന്നോ, അമ്മയുടെ കൂടെ നിന്നോ കേട്ടോ. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ രംഗങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാം. ഇതാ ഒരു സ്ത്രീ സൂര്യൻ അണിഞ്ഞൊരു സ്ത്രീയെ, തലയിൽ 12 നക്ഷത്രങ്ങൾ, കാലിൻ്റെ കീഴിൽ ചന്ദ്രൻ, താൻ ഗർഭിണിയാണ്. ഇപ്പം ഈ കുഞ്ഞ് പുറത്തല്ല അകത്താണെന്ന് ചിന്തിച്ചോളണം, വയറ്റിനകത്താണെന്ന് ചിന്തിച്ചോളണം. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. മുമ്പിൽ വിഴുങ്ങാനായിട്ട് ഒരാൾ നിൽക്കുന്നു. ആരാന്നറിയോ? സർപ്പം. കറുത്ത ഷർട്ടിട്ട ഒരാളെ വേണം. ജോയി വേർ കറുത്ത ഷർട്ടാണ്, വന്നാട്ടെ. പിശാച് ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ആൾക്ക് കാണാൻ പറ്റരുത്, മറഞ്ഞു നിൽക്കരുതേ. ഇനിയിപ്പോൾ ഇവരെ ഓരോരുത്തരെയും പറയാം. സഭ, സ്ത്രീ, സഭയുടെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിൽ കുഞ്ഞ്. ഇത് പുറത്തല്ല, വയറിൻ്റെ ഉള്ളിലാണ്. അതായത് ഈ സ്ത്രീയും സഭയും വയറിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞും കൂടി ഒറ്റ ബോഡിയാണ്. ഇനി ഈ പിശാച്, ഇദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന പിശാച്, സോറി കേട്ടോ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ ഈ കുഞ്ഞിനെ വിഴുങ്ങണമെന്നാണ്. പ്രസവിക്കാൻ പോണ കുഞ്ഞിനെ വിഴുങ്ങണമെന്നാണ് നോട്ടം മുഴുവൻ. പിടുത്തം കിട്ടിയ? ഇനി ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ നേരെ
പോയിരിക്കാൻ പോണത് ഇദ്ദേഹം ആരാന്നറിയാമോ? സ്വർഗസ്ഥ പിതാവ്. ഈ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇങ്ങോട്ട് വേണം മോനെ, മടിയിലേക്ക് ഏറ്റുപിടിച്ചിരുത്തോ. ആ സിംഹാസനത്തിലേക്കാണ് കുട്ടി പോകുന്നത്. കുട്ടി എന്തിനാണെന്നറിയാമോ പോണേ? സർവ്വലോകത്തെയും വാഴാനുള്ള കുട്ടിയാണത്. ഇവിടുത്തെ കിട്ടിയ സ്ത്രീയല്ല വാഴാൻ പോണേ, കുട്ടിയെ വാഴാൻ പോണേ. നിങ്ങൾ മനസ്സിലാക്കുക, സർവ്വലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് വാഴാനുള്ള കുട്ടിയാണ് ഇരിക്കണേ. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ഈ പിതാവിൻ്റെ മടിയിലല്ല. ഈ കുട്ടി ഇപ്പോൾ ഈ സ്ത്രീയുടെ ഉദരത്തിലാണ്. ഇവിടുത്തെ കിട്ടിയ ഈ സ്ത്രീയാണ് സഭ. ഇപ്പോൾ ഒറ്റയാണ് ഈ സ്ത്രീ. കുഞ്ഞ് പുറത്തല്ല, കുഞ്ഞ് അകത്താണ്. ഈ സ്ത്രീയാണ് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. കുഞ്ഞാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം. ഇനി ഞാനിവിടെ ഒന്ന് പോസ് ചെയ്യട്ടെ, ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. So we are having a small demonstration here to describe the scene in the book of Revelation chapter 12. So the brother here wearing the black shirt is the Satan, it stands for the Satan, and the sister is the church, and the child is the child of that sister. Now the child is, imagine the child is in the mother's womb, and the aim of Satan here is that as soon as the child is born, to swallow the child. But as soon as the child is born, child is taken up to heaven, to the throne of the Father in heaven. And that's the scene that we have here. और यहाँ पर जो हम मंच पर दिखा रहे हैं, वहाँ स्टेज में आप देख सकते हैं, मंच पर जो है भाई खड़े हैं ब्लैक शर्ट पहनकर, काले शर्ट पहनकर, वो शैतान को दर्शाते हैं। और बहन जो है वो है, हमने जो प्रकाशित वाक्य में पढ़ा, स्त्री, और उनका बच्चा जो है, वो बच्चा जो है आप मान लो कि उस स्त्री की गर्भ के अंदर है। शैतान ये चाहता है कि जैसे ही वो स्त्री बच्चे को जन्माती है, उस बच्चे को निगल लेना, लेकिन वो बच्चा जैसे ही पैदा होता है, वो परमेश्वर जो यहाँ पर कुर्सी में बैठे हैं, परमेश्वर पिता के पास वो ले लिया जाता है। इसलिए क्योंकि वो बच्चे को सारे संसार पर राज करना है, स्त्री को नहीं राज करना है, राज करने वाला वो बच्चा है। और स्त्री बुलाए हुए लोगों को दर्शाती है, और बच्चा जो है चुने हुए लोगों को दर्शाता है। ഇത്ര മനസ്സിലായ? ആത്മീയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ സൈഡെന്ന് പറയുന്നത് ലോകമാണ്. ഇനി യഥാർത്ഥത്തിൽ പിശാച് നിൽക്കുന്നത് ഈ ഭാഗത്തല്ല, പക്ഷെ ഇങ്ങോട്ട് പോരെ, ഇതിൻ്റെ ഇടയിലാണ്. ഇങ്ങോട്ട് ഇതിത്തെ മറിഞ്ഞ് നിൽക്കല്ലേ, അവിടെ നിൽക്കല്ലേ, സ്വർഗമണ്ഡലത്തിലാണ്. ശിശു ആയിരിക്കുന്നതും യഥാർത്ഥത്തിൽ സ്വർഗമണ്ഡലത്തിലാണ്, പക്ഷേ സ്ത്രീയുടെ ഉള്ളിലാണ്. സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, സ്ത്രീയുടെ ഉള്ളിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. സഭയുടെ ഉള്ളിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. സഭയുടെ ഉള്ളിൽ തന്നെ ലോകമുണ്ട്, സഭയുടെ ഉള്ളിൽ തന്നെ ദൈവരാജ്യമുണ്ട്. നമ്മളിന്നായിരിക്കുന്നത് ലോകത്താണ്, ഭൂമിയിൽ അല്ലേ? എന്നാൽ ഈ ശിശു ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. സിസ്റ്റർ ആയിരിക്കുന്നത് ഒരു ഭൂമിയിലാണ്. ഭൂമി ലോകത്തിൻ്റെ കീഴിലാണ്, പിശാചിൻ്റെ കീഴിലാണ്. പക്ഷേ നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലേ? അപ്പോൾ വീണ്ടും ജനിച്ച പൈതലായത്. ഈ പൈതലായിരിക്കുന്നത് ക്രിസ്തുവിലാണ്, സ്വർഗീയ പിതാവിലാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം വരാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കേ, ദൈവം തുണ തരട്ടെ. ഇത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇത് എവിടെ കണ്ട കാര്യം ഈ പറഞ്ഞ അവിടെ അത് വായിക്കുമ്പോൾ ഞാൻ മട്ടാഞ്ചേരി കണ്ട കാര്യം എന്നാണോ പറഞ്ഞത്? പിന്നെ കോഴിക്കോടോ? പിന്നെ എവിടെയാ? ഒന്ന് വായിച്ചു സിസ്റ്ററെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാൻ. സ്വർഗത്തിൽ കണ്ട അടയാളമായി സംഭവം. മനസ്സിലായോ? സ്വർഗത്തിൽ കണ്ട അടയാളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് മൊത്തം ആത്മമണ്ഡലമാണ്. പക്ഷേ ആത്മമണ്ഡലം ആകുമ്പോഴും നമ്മൾ ജഡത്തിലായിരിക്കുന്നത് ഭൂമിയിലാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇവിടെ ഈ പിശാച് ലൊക്കേഷൻ മാറുക, ലൊക്കേഷൻ മാറ്റുക, ഇവനെ മാറ്റുക, ലൊക്കേഷൻ വലിച്ചു മാറ്റുകയാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പോൾ പിശാച് ഇന്നായിരിക്കുന്നത് വീണ്ടും ജനിച്ച ശിശു ആയിരിക്കുന്ന ഈ ശിശുവിനെ അങ്ങോട്ടും മാറ്റും. മോന് വിഷമം തോന്നരുത് കേട്ടോ. അപ്പോൾ മദറിന് വിഷമം തോന്നരുതേ. ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ ഈ ശിശു ആ സ്ത്രീയുടെ ഉള്ളിലാണ്.
സ്ത്രീയുടെ ഉള്ളിൽ ശിശു ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്, ആത്മലോകത്തിലാണ്. ഈ ശിശു യഥാർത്ഥത്തിൽ ഈ സിംഹാസനത്തിലേക്ക് എത്തേണ്ട ശിശുവാണ്. അപ്പോൾ ഈ ശിശുയെ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിച്ചോളണം, സ്ത്രീയുടെ ഉള്ളിൽ തന്നെയാണ്. സ്ത്രീയുടെ ഉള്ളിൽ തന്നെ സ്വർഗരാജ്യമുണ്ട്, ലോകമുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇതാ നമുക്ക് കാണാം, അകത്തെ മനുഷ്യനുണ്ട്, പുറത്തെ മനുഷ്യനുണ്ട്, ഇതൊക്കെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഇപ്പോൾ ആയിരിക്കുന്നത്, വീണ്ടും ജനിച്ചത് സ്വർഗരാജ്യത്തിൽ. അവിടെ സൈഡിൽ നിന്നായി കയറ്റിയിരുത്തണ്ട, ഇപ്പോൾ കയറ്റിയിരുത്തണ്ട, സമയമായില്ല, ജയിച്ചു കഴിഞ്ഞാൽ കയറ്റിയിരുത്തിക്കോ. ഓക്കെ, അവിടെ നിന്നോട്ടെ. ശ്രദ്ധിക്കേ, സ്വർഗമണ്ഡലമാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ പിശാച് ആഗ്രഹിക്കുന്നത് മുഴുവൻ ഈ കുഞ്ഞൊരിക്കലും പിതാവിൻ്റെ സിംഹാസനത്തിൽ എത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സഭയാകുന്ന ഈ സ്ത്രീയെ ദൈവം എന്താഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കരുത്. ഇതാണ് ഇവൻ്റെ ആഗ്രഹം. പകരം ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നോളണം. എന്തില്ലെങ്കിൽ പ്രാർത്ഥനയോ, ഭക്തന്മാരുടെ കാര്യം പറഞ്ഞ പ്രാർത്ഥനയോ ആരാധനയോ ഒക്കെ ചെയ്ത് ഇവിടെ ഇരുന്നോളണം. ഈ ദൈവം എന്താഗ്രഹിക്കുന്നുള്ള കാര്യം ഈ സ്ത്രീ മനസ്സിലാക്കരുത്. ഇവരെ കുരുടന്മാരാക്കി നിർത്തണം. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, കുരുടനെ വഴി നടത്തില്ല, ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ ഇതാണ് ആഗ്രഹം. ഇനി മനസ്സിലാക്കിക്കൊള്ളുക, ഈ സാത്താൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ സ്വർഗത്തിലാണ്. ഇവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും ഉടനെ. അപ്പം ഇതുവരെയും ഈ പുള്ളിക്കാരൻ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നത് ശിശുവിനെയാണ്. ഇവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ മാറുകയാണ്. അങ്ങനെ ലൊക്കേഷൻ മാറിയാൽ പിന്നെ ശിശുവിൻ്റെ സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം പോയി ഇപ്പുറത്തേക്ക് മാറി. ശിശു സ്വർഗത്തിലാണ് വീണ്ടും ജനിച്ചേ. നിക്കോദീമോസിനോട് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? പുതിയതായി ജനിച്ചില്ല എങ്കിൽ ആരും ഭൂമി കാണത്തില്ലെന്ന് പറഞ്ഞായിട്ട് ഓർക്കുന്നില്ലല്ലോ. പിന്നെ എന്ത് കാണത്തില്ലെന്ന് പറഞ്ഞേ? ദൈവരാജ്യം കാണത്തില്ല. പുതിയതായി ജനിച്ച ആൾ ദൈവരാജ്യത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ്റെ ഡ്യൂട്ടിയും അവിടെ തന്നെയാണ്. ഇനി സാത്താൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കി കഴിയുമ്പോൾ സാത്താൻ എങ്ങോട്ട് വരും? ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടകാലമാണ്. മനസ്സിലാകുന്നുണ്ടോ? സഭയുടെ സിസ്റ്ററുടെ അല്ല, സഭയുടെ കഷ്ടകാല. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സാത്താൻ അതിക്രോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലുള്ളവർക്ക് അയ്യോ കഷ്ടം. സാത്താൻ ലൊക്കേഷൻ മാറുകയാണ്. So, firstly, the child here represents so the aim, the goal for God our Father is for to have a child who will rule all the nations with an iron scepter. So now the brother here who represents the Satan is actually not in earth. So if we have to draw a dividing line, and the sister is on earth, and we can also move the child also to, so the sister is on earth. On the other side of the dividing line is the heavenly realms, and Satan is currently in heavenly realms, and the child too is in heavenly realms. The child is in both heavenly realms and so the sister has both heavenly realms and earthly realms, and child is in the womb of the church, and child is in the heavenly realms. Right now Satan, who is in the heavenly realms, is trying to swallow the child who is also in the heavenly realms. But as the Bible says here in this chapter, Satan is going to be pushed out of the heavenly realms, and when he is pushed out of the heavenly realms, he will no longer have the ability to harm the child. And at this point of time, he will go after the church, that is represented by sister here, so as to harm the church. And when that happened, as the Bible says here, but woe to the earth and the sea, because the devil has gone down to you. He is filled with fury because he knows that his time is short. और यहाँ पर ये होता है कि मंच में इसको हम दो भाग में विभाजित कर सकते हैं. बहन जिस भाग में है वो पृथ्वी है, जो हम पृथ्वी में रह रहे हैं, हम पृथ्वी लोक में हैं, उसी समय हम आत्मिक स्थान में भी हैं. शिशु जो है, जो नया जन्म पाया है, पुनर्जन्म पाए हुए मसीह यीशु में है, और मसीह यीशु स्वर्गीय पिता में है, इसलिए वे स्वर्गीय स्थानों में है. और शैतान वो भी स्वर्गीय स्थानों में है, क्योंकि उसका नज़र उस बच्चे को पकड़ना है, बच्चे को निगलना है. लेकिन ये होता है कि शैतान स्वर्ग से गिराया जाता है
और जब गिराया जाता है तो वो उस स्त्री के पीछे हैं, उस स्त्री को उपद्रव करने के लिए। और उसके साथ साथ वचन में लिखा है, पृथ्वी पर रहने वालों को हाय, क्योंकि शैतान बड़े क्रोध के साथ पृथ्वी पर उतर आया है। ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇപ്പം ഈ കുട്ടി ഇവിടെ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കുക, സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ ഉള്ളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീ എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങളും ചേരുമ്പോൾ ജഡത്താൽ ജനിച്ചതാണ്. എന്നാൽ കുട്ടി എന്ന് പറയുന്നത് ആത്മാവാൽ ജനിച്ചതാണ്. നമ്മളുള്ള രണ്ട് ഭാഗമുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവാൽ ജനിച്ചത് ആത്മാവ്. ഇത് രണ്ടിനും രണ്ട് ജീവിത ശൈലിയാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവായ യേശു പറയുന്നത്, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് ഇയാൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നീ എടുത്തുകൊണ്ട് പോയി ഈ പഴയതിൽ കൊണ്ടുവച്ചാൽ അത് വെറുതെ വേസ്റ്റായി പോകും, നീ നശിച്ചു പോകും. അതായത് തോൽക്കുടവും പൊട്ടിപ്പോകും. So now just to clear a confusion, the child here is so the woman here that represents the church is in the earthly realms. But the child who is born again, once a child is born again, he is born again in the heavenly realms. So at that point of time, child who is in the mother's womb, in the church's womb, is both in heavenly realms and in earthly realms, because the child has been born again. And that's the reason why child. So the child has been born again, and the born again part is in heaven. But there is also the original, the first man in that child. The new person who is created is in heavenly realms, but the old person is on earth. और ये बात हमको समझना है कि हमारे वो बच्चा जो है स्त्री के गर्भ में है, तो वो स्त्री जो है वो पृथ्वी पर है. उसे तो हमें समझना है हमारे अंदर पुराना मनुष्यत्व है जो इस पृथ्वी में है, नया मनुष्यत्व वो स्वर्गीय स्थानों में है. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈനലി ദൈവരാജ്യ സുവിശേഷം അറിയിച്ച് യഥാർത്ഥത്തിൽ ദൈവജനം ഈ പഴയ മനുഷ്യൻ്റെ ജീവിത രീതി വിട്ട് പുതിയ മനുഷ്യൻ്റെ ജീവിത രീതിയിലേക്ക് വരും. പഴയ മനുഷ്യൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം രാജ്യപ്രകാരം തന്നെ അങ്ങ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പുതിയ മനുഷ്യൻ്റെ ജീവിത രീതി ഇമ്മാനുവൽ ജീവിത രീതിയാണ്. ഈ വ്യക്തിയെ കാണുന്നവൻ ഈ വ്യക്തിയല്ല കാണുന്നത്, ഈ വ്യക്തിയിലൂടെ ദൈവത്തെ ഭൂമിയിൽ കാണും. ഇതാണ് ഇമ്മാനുവൽ. ഇമ്മാനുവൽ എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരോട് കൂടെ. ആ ഒരു ടെക്നോളജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് അകത്ത് കിടക്കുന്ന ശിശുവിൻ്റെ പ്രവർത്തന രീതി വേറെ, നമ്മളുടെ ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ പ്രവർത്തന രീതി വേറെ. അപ്പോൾ ശിശു വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ശിശു വെളിപ്പെട്ടാൽ ആരുടെ മടി കയറിയിരിക്കും? പിതാവിൻ്റെ മടി കയറിയിരിക്കും, സർവ്വപ്രപഞ്ചത്തെയും വാഴും. എന്നാൽ പിശാച് ഇവിടെ നിന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. പുറത്താക്കപ്പെടുമ്പോൾ പിശാച് ഭൂമിയിലേക്ക് കടന്നു വരികയും ഇവിടെ സ്ത്രീക്ക് ജീവിക്കാൻ കഴിയാതെ ആ രീതിയിൽ നിയമങ്ങൾ മാറ്റുകയും ചെയ്യും. ആ നിയമങ്ങൾ മാറ്റുമ്പോൾ നിയമം വെച്ചുകൊണ്ട് സുവിശേഷ പ്രവൃത്തികളെയൊക്കെ ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല ഈ ലോകത്തിൻ്റെ എക്കോണമിയിൽ നിന്ന് ഈ സ്ത്രീയെ പുറന്തള്ളും. അതിനുവേണ്ടി മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരും. നെറ്റിമേലോ കൈമേലോ മുദ്ര ഉള്ളവനല്ലാതെ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുകയില്ല എന്ന നിയമം കൊണ്ടുവരുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഇവരുടെ ജീവിതം ഒരു ദുരിതമായി മാറും. So to clarify, a person who is born again, he is traveling from living in the old man to the new man. Someone who is in the old man live as per the system of this world, and someone who is in the new man, he's revealing God in himself. He does the Emmanuel function of revealing God in himself, and when he moves to the new man, he finally gets to sit in the lap of the Heavenly Father. And the aim of Satan here is to prevent that the person from moving from the old man to the new man. But once Satan is driven so that's why Satan is in heavenly realm. That's what he is doing right now. But once Satan is driven out of the heavenly realms, he will change his aim to go after the woman, that is the church. He will enact earthly laws to make gospel difficult in this world. He will try to economically ostracize the church
using, as described, using the methods in the Bible, which is using the seal so that nobody can do any commerce without having the seal of the Satan on his head. और हमें समझना है कि पुराना मनुष्यत्व के अपने विचार होते हैं, उसके अपने काम करने के तरीके होते हैं। नए मनुष्यत्व का तरीका अलग होता है। तो ये होना चाहिए, नया मनुष्यत्व में परमेश्वर इमैनुअल होकर इस पृथ्वी में प्रकट होता है। पुराने नए मनुष्यत्व से बदलकर नए मनुष्यत्व में जब हम होते हैं, यानी कि वो स्त्री से जब वो बच्चा जन्म होता है, तो वो परमेश्वर पिता परमेश्वर के गोद में वो पहुंचाया जाएगा। शैतान चाहता है कि ऐसा न हो, वो बच्चा पिता परमेश्वर के गोद में न पहुंचाया जाए। लेकिन जब वो बच्चा जन्म लेता है तो शैतान की स्थान में बदली होती है। तो वो क्या करता है, उस स्त्री के पीछे यानी कि कलीसिया के पीछे वो जाता है ताकि उसे सताए, उसका जीना हराम कर दे। उसके बाद में इस पृथ्वी में उस स्त्री को जीना मुश्किल हो जाएगा। यहाँ के नियमों को बदलेंगे संसार के, ताकि सुसमाचार को प्रचार करना या उसके अनुसार जीवन जीना मुश्किल हो जाए। और आर्थिक स्थिति को भी बदलेगा ताकि कोई ट्रांजैक्शन विनिमय नहीं कर सकेंगे, लेन देन नहीं कर सकेंगे, जब तक कि पशु का मुद्रा जिसने नहीं लिया है वो कुछ नहीं कर सकेगा। ശ്രദ്ധിക്കുക, ഇവിടെ ഈ കുഞ്ഞിപ്പോൾ എവിടെയാ? കുഞ്ഞെവിടെയാ? സ്ത്രീയുടെ ഉള്ളിൽ. ക്ലിയർ ആണല്ലോ? സ്ത്രീയുടെ ഉള്ളെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഈ കുഞ്ഞായിരിക്കുന്ന ജനിച്ചത് ദൈവരാജ്യത്തിലാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റിക്കോട്ടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ. സ്ത്രീയുടെ ഉള്ളിൽ തന്നെയാണ് രണ്ട് രാജ്യവും. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വയ്യ മോനെ ആ സൈഡിൽ പോയിരുന്നു, വടിക്കറ്റിയിരുത്തരുതേ, ഇവിടെ ഇരുന്നോട്ടെ. ഇനി ശ്രദ്ധിക്കുക, സ്പിരിച്വൽ ഫൈറ്റ് ഫിസിക്കൽ ഫൈറ്റ് ആകാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളണം, സ്പിരിച്വൽ ഫൈറ്റ് ഫിസിക്കൽ ഫൈറ്റ് ആകാൻ പോവുക. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോട് അല്ല, പിശാചിനോടും അവൻ്റെ ഗ്രൂപ്പിനോടോ വാഴ്ചകളോടോ അധികാരങ്ങളോട് ഈ അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപത്യ ശക്തികളോട് പോരാട്ടം. അവർ നമ്മളോട് പോരാടുന്നത് ചിന്തകളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് നാവിനെ പിടിച്ചാൻ കിട്ടാത്തത്. മനസ്സിലായോ? ഭർത്താവിനെ കയറി പോടാന്ന് വിളിക്കുന്നതും ഞാൻ പല സ്ത്രീകളും കണ്ടിട്ടുണ്ട്. നീ പോടാ, ഞാൻ അതിശയിച്ചു, ഇതോ ധിക്കാരപരമായി സംസാരിക്കുന്നതും ഭാര്യയെ സ്നേഹിക്കാത്തതും ചവിട്ടുന്നതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നമ്മുടെ അകത്ത് മനസ്സിൽ പോരാട്ടം നടക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ ചിന്തകളിൽ പോരാട്ടം നടക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം. അപ്പോൾ ഈ ആത്മീക പോരാട്ടം മാറി, അതായത് പിശാച് സ്വർഗസ്ഥലങ്ങളിലായിരിക്കുമ്പോഴാണ് ആത്മീക പോരാട്ടം വരുന്നത്. എന്നാൽ ഈ ആത്മീക പോരാട്ടത്തോട് കൂടെ ഇനി ജഡിക പോരാട്ടം കൂടാൻ പോവുക. കാരണം ഇവന് അവിടെ എഴുതിയിരിക്കുക, ഇവൻ്റെ സ്ഥലം സ്വർഗത്തിൽ നഷ്ടപ്പെടുകയും ഇവൻ ആത്മരൂപിയ, ഇവൻ ഈ ഭൂമിയിലേക്ക് ജഡരൂപത്തിൽ വെളിപ്പെടും. സ്വർഗത്തിലെ ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ ജഡം ധരിച്ചു വന്നില്ലേ? ഇതേപോലെ തന്നെ ജഡത്തിൽ വെളിപ്പെടുമ്പോൾ ജഡത്തിലുള്ള സ്ത്രീക്ക് അയ്യോ കഷ്ടം. മനസ്സിലായോ? ഭൗതികമായ ഉപദ്രവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ സന്ദേശം ഇതാണ്, ഇവൻ ജഡത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജഡത്തിലുള്ള നീയെ ആത്മാവിലേക്ക് അങ്ങ് പൊക്കോളണം. സഭേ കേട്ടോ, പിശാച് ആത്മാവ്, പിശാച് ജഡമാകുന്നതിന് മുമ്പ് ജഡമായ നീയെ ആത്മാവായി സ്വർഗരാജ്യത്തിലേക്ക് പൊക്കോളണം. പിടുത്തം കിട്ടിയ സഭയ്ക്കുള്ള ദൂത ഈ US-ലായാലും അന്റാർട്ടിക്കയിലായാലും ലോകത്തിലെവിടെയായാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുക, ആത്മാവാകുന്ന പിശാച് ജഡം ധരിച്ച് ആന്റിക്രൈസ്റ്റായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജഡമായ നീയെ ആത്മാവായി ദൈവരാജ്യത്തിലേക്ക് മാറിക്കൊള്ളണം. So the child is actually in the heavenly realms, in the womb of the mother is in the heavenly realms, and the child who is born is immediately taken up to the father. Now as the Bible says, Satan and his army are in the heavenly realms, and they are fighting a spiritual battle to control our thoughts, so that he brings all thoughts of wrong thoughts, anger, strife and jealousy etc. into our mind, and to prevent us from
getting into the heavenly realms, to prevent us from being become the sons of God, and for the new man to manifest. And in the Bible it is written, for our struggle is not against flesh and blood, but against the rulers, against the authorities, against the powers of this dark world, and against the spiritual force of evil in the heavenly realms. So Satan is the spiritual force of evil in heavenly realms right now. But once he is removed from that heavenly realms, just like Jesus Christ came here and took flesh, the same manner Satan will also come here, and he will fight not just through spiritual authorities. It will no longer be a spiritual battle alone, but also a fleshly battle, and he will persecute the church. And when that happens, and what we need to do is that before that happens, before Satan comes to the fleshly realm and persecutes the church, it is important for us to move from the fleshly realm to the heavenly realm. समझना है ये बात कि बच्चा जब माँ के कोप में है, स्त्री के कोप में है, कलीसिया के अंदर है, तो वो स्वर्ग के राज्य में ही है, क्योंकि जब हम इस पृथ्वी में जीते हैं तो हम इस दुनिया में भी है, साथ ही साथ हम परमेश्वर का राज्य भी हमारे अंदर में है। तो ये समझना है, शैतान चाहता है कि वो बच्चा वो परमेश्वर के पास, पिता परमेश्वर के गोद तक नहीं पहुँचे। तो इसके लिए ही, और जब शैतान निकाला जाएगा स्वर्ग से, जब नीचे फेंका जाएगा, तो वो आत्मरूपी जो शैतान है वो देहधारी होकर, जिस प्रकार यीशु मसीह देहधारी होकर इस दुनिया में आया, देहधारी होकर वो इस पृथ्वी पे उतरेगा, मसीह विरोधी होकर, और स्त्री यानी कि कलीसिया है उसे तंग करने के लिए। हमारे लिए संदेश ये है कि शैतान जो आज आत्मरूपी है, और हमें आत्मरूपी होकर हमें अनेक प्रकार की लड़ाइयाँ इस हमारे जीवन में जो कुछ भी पाप की बातें होती हैं वो सब हमारे आत्मा के अंदर हो रहा है वो सारा। लेकिन शैतान इस पृथ्वी में देह रूपी होकर आने से पहले हमें स्वर्ग के राज्य में हमें बदला जाना है। നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ്, അതുകൊണ്ടാണ് ഡോമും കൂടി ഇട്ടത്. സാത്താനെ സ്വർഗമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കി അവൻ ഭൂമിയിലേക്ക് ആൻറ്റിക്രൈസ്റ്റായി ജഡത്തിൽ വെളിപ്പെടും. അതിനു മുമ്പ് ജഡത്തിലുള്ള ഞാനും നിങ്ങളും നമ്മുടെ സോളിനെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കണം, ഇങ്ങോട്ടേക്ക് മാറിക്കൊള്ളണം. ജഡത്തിൽ നിന്ന് നമ്മൾ ആത്മാവിലേക്ക് മാറിക്കൊള്ളണം. ചിലരിങ്ങനെ മുങ്ങാൻ. ഇതുകൊണ്ടാണ് പറയണത്, കർത്താവ് നമ്മളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇരട്ടപ്പേര് വിളിക്കണുണ്ടാ, ബുദ്ധിയില്ലാത്തങ്ങളെന്ന്. എന്താ കാരണം? നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നീ ഇപ്പോൾ ജഡത്തിൽ പോയി അവസാനിച്ചു. ബുദ്ധിയില്ലാത്തത്. നിന്നെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് നീ ആത്മാവിൽ എത്തിച്ചേരാനാ. പകരം നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ പോയി അന്വസ്ത്രാദി വർഗം സർവ്വ നന്മകളെന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ജഡത്തിലേക്ക് മടങ്ങിപ്പോകാനല്ല, ജഡത്തിൽ നിന്ന് നീ ആത്മാവിലേക്ക് മാറാനാണ്. So Satan, who is currently in, it's difficult to explain. So Satan, who is currently in heavenly realms, he will come down to earthly realms and he will persecute the church. But before that, we would need to move away from the earthly realms into the heavenly realms. And as the Bible says, you foolish Galatians, you started with the flesh, you started with the spirit and now ended up in the flesh. So we shouldn't be like that. We should, we are singing about all the earthly blessings we need, but we should focus more on moving towards the heavenly realms. तो ये होना चाहिए। हमारे लिए संदेश ये है कि शैतान देह रूपी होकर इस पृथ्वी में उतरने से पहले, फेंका जाने से पहले, हम जो कलीसिया में हैं और हम शरीर में हैं, हमारे प्राण को हमारे आत्मा के साथ जो परमेश्वर के पास है उसमें मिलना है। हमें स्वर्ग के राज्य में हो लेना है। इस बात को हमें समझे बिना नहीं रहना है, निर्बुद्ध नहीं होना है। കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ അത് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ദൈവമേ എൻ്റെ ഹൃദയങ്ങൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇത്രയും നാൾ സാത്താൻ കൊച്ചോട് അങ്ങോട്ട് നീങ്ങുന്നത് ഈ കൊച്ചിനെ ഉപദ്രവിക്കാനാണ്, വിഴുങ്ങാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് മനുഷ്യൻ്റെ, ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ആത്മരൂപം വെളിപ്പെടാത്തത്. മനസ്സിലായോ? പള്ളിയിൽ കുറേ പേരുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിൽ കയറാൻ ആളില്ല. കാരണം ഇവ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. പിടുത്തം കിട്ടിയ. എന്നാൽ ഈ അന്ത്യനാളിൽ ദൈവരാജ്യ സുവിശേഷം അറിയിക്കുമ്പോൾ
അനുസരിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ജയം പ്രാപിക്കും. ക്രിസ്തുവിനെ അനുഗമിച്ച് അതോടുകൂടെ ഇവൻ്റെ സ്ഥാനം ഇവിടുന്ന് പോകും. മൈക്കിളും കൂട്ടരും ഇവനെ അടിച്ചിവിടുന്ന് പുറത്താക്കുമ്പോൾ ഇനി കുഞ്ഞിനെ ഉപദ്രവിക്കാൻ കൈ കിട്ടൂല. പിന്നെ എന്താ കിട്ടുള്ളൂ? നേരെ പുറത്താക്കിയപ്പോൾ ഇനി അമ്മേനെ ഉപദ്രവിക്കാൻ വേണ്ടി, സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി അവൻ മാറുകയാണ്. ഇതാണ് ബൈബിൾ പറയുന്ന സന്ദേശം. അപ്പോൾ ഈ വ്യക്തി ആത്മലോകത്ത് നിന്ന് ജഡമായി ജഡത്തിലേക്ക്, അതായത് ദൈവപുത്രൻ വചനം മാംസമായി വന്നതുപോലെ പിശാചും മാംസമായി കടന്നു വരും. ആ മാംസമാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ആൻറ്റി ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ സഭയ്ക്ക് തരുന്ന വാണിംഗ് ആണ്, യു ബി റെഡി. നീ റെഡിയായിരിക്കുക. നീ ഇനിയും ജഡത്തിൽ തുടരാതെ നീ ജഡത്തിൽ നിന്ന്, പഴയ സൃഷ്ടിയിൽ നിന്ന് നീ പുതിയ സൃഷ്ടിയിലേക്ക് മാറുക എന്ന സന്ദേശമാണ് സഭയോട് പറഞ്ഞു തരുന്നത്. So to explain further, so right now Satan is in heavenly realms to prevent the child from being born. So the child is being born within the church. That's why right now, even though there are a lot of believers, there are very few people who are entering the kingdom of heaven. But once many people enter the kingdom of heaven, and once they go through they become new creations and enter the kingdom of heaven, the archangel Michael and his group will push Satan out into the worldly realms, and he'll take flesh, and that will be the Antichrist, and he'll be trying to persecute the church. So before that happens, you should try to move away from the old man into the new man and enter the heavenly realms. शैतान का अभी का स्थान स्वर्गीय स्थानों में है. वो वहाँ पर इसलिए है ताकि वो बच्चा जो है वो परमेश्वर के राज्य में नहीं पहुँचे. लेकिन जो मसीह यीशु की जो पीछे चलते हैं और वे नई सृष्टि में बदलते हैं, पुरानी सृष्टि से नई सृष्टि में बदलते हैं, तो वो जब समय पूरा होगा शैतान तब कुछ नहीं कर पाएगा उनको. तभी मिखाइल और स्वर्गदूत शैतान को उसके स्वर्ग के स्थान से उसे काटकर नीचे फेंका जाएगा, पृथ्वी पर फेंका जाएगा. तो तभी वो जैसे प्रभु यीशु मसीह वचन देहधारी होकर इस संसार में आया, शैतान भी देह रूप में आएगा, जिसको वचन में मसीह विरोधी कहा है. और तब वो पृथ्वी पर जो कलीसिया बाकी है उसे सताने की कोशिश करेगा. तो ये होने से पहले, शैतान पृथ्वी में गिराने से पहले, देह रूप में आने से पहले हमें परमेश्वर के राज्य में होना है, नए मनुष्यत्व में बदलना है. यही संदेश है कलीसिया के लिए. ആമേൻ. തിരിച്ചു പോരെ. ഇനി ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ ഓരോ സ്റ്റേജും ഇരുന്നിരുന്ന് പഠിക്കേണ്ടതാ. ഹല്ലേലൂയ. ജനറലി ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇവിടെ തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചേ, ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇങ്ങോട്ടേക്ക്, അതായത് സഭയിലുള്ള നമ്മൾ ഈ വീട്ടിൽ ജനിച്ച ആ പുതിയ സൃഷ്ടിയിലേക്ക് എങ്ങനെ മാറുന്നതെന്ന്. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. ആത്മാവ്, ഇത് ദേഹി, ഇത് ശരീരം. ഇത് മനസ്സിലാക്കുക. എന്നാൽ ഈ പാവയെ തൽക്കാലം നമുക്ക് ദേഹിയാക്കാം. ഓക്കെ, ഈ മാറോട് ചേർത്ത് വെച്ചോ. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ, ഈ മനുഷ്യന് ജഡരക്തത്തിന് ഇങ്ങോട്ട് മാറാൻ പറ്റൂല. കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഈ ഒരു സത്യം തിരിച്ചറിയണം. പകരം ഞാൻ നിങ്ങളും മാറേണ്ടത് നമ്മുടെ സോളാണ് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യേണ്ടത്. ജഡരക്തം ഇവിടം കൊണ്ട് അവസാനിക്കാം. പക്ഷെ സോള് ജഡരക്തത്തോട് കൂടെ ചേർന്ന് നിന്നിട്ട് നശിച്ചു പോകരുത്. സോള് വേണം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ വരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സോള് ജഡത്തിൻ്റെയും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെയും വിട്ട് യേശുവെ അനുഗമിച്ച് ജഡമണ്ഡലം വിട്ട് യേശുവെ അനുഗമിച്ച് ജഡമണ്ഡലം വിട്ട് പിൻപിലുള്ളതിനെ മറന്ന്, ജഡത്തിലെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയി, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ, ആരാണ്? ഇതാ സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിലൊരു ജീവിതത്തിനായി ക്രിസ്തുവെ അനുഗമിച്ച് ഇച്ചിരി ഇങ്ങോട്ട് മാറുന്ന കണ്ടോട്ടെ. ഇതാ പുതിയ സൃഷ്ടിയുമായി സോള് ഒന്നായി തീർന്നു. ഇങ്ങനെയാണ് സാത്താൻ ഇവിടെ നിന്ന് തള്ളി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ഇതാ
ആത്മമണ്ഡലത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നത്. So now you may be wondering how will the woman move from the earthly realm to the heavenly realm. So as we had spoken earlier, a person is consisting of three parts. There is the body, then there is the soul, and then there is the spirit. Now Bible says that flesh and blood cannot inherit the heavens, so cannot enter the kingdom of God. So the fleshly body cannot enter the heavens, but what can enter is the soul. So and the soul of the believer, before Satan comes down, should follow Jesus Christ, must leave what is behind and follow Jesus Christ and move towards the heavenly realms. आप लोग सोचते होंगे कि ये कैसे संभव है, हम जो शरीर में हैं हम आत्मा के स्थानों में हम कैसे पहुंच सकते हैं। तो इस प्रकार है कि हम जानते हैं कि व्यक्ति के अंदर 3 भाग होते हैं, एक है उसका आत्मा, दूसरा है प्राण और तीसरा है शरीर। तो हमारे प्राण को जब हम शरीर में रहते हैं तो शारीरिक बातों के बारे में ही उसके पीछे ही न दौड़ते हुए, अगर जब हम यीशु मसीह के पीछे चलेंगे तो चलते चलते धीरे धीरे हमारा प्राण जो है आत्मा के साथ, जो मसीह के साथ है, उसके साथ मिल जाएगा। കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് ലോക ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ പിടിച്ചോളാം. ഇതാ പുറത്തു ഞങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തി, ക്രിസ്തുവിനെ സ്തുതിച്ചു എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വെറും പൊട്ടത്തരം കാണിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവെ അനുഗമിക്കുക, അപ്പോൾ ക്രിസ്തുവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഇതാ കർത്താവ് അവസാനം പറയുന്നത്. എന്നെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്നെ ഉയർത്തി എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ കടക്കത്തുള്ളൂ. ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്രിസ്തുവെ അനുഗമിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിനോട് എല്ലാ ബഹുമാനവും കൊടുക്കുക. ഈ ഒരു തലം തിരിച്ചറിയുക. ക്രിസ്തുവെ സ്തുതിക്കുന്നതിന് ചിലവൊന്നും ഇല്ല, പകരം ക്രിസ്തുവെ അനുഗമിക്കുന്നതിന് ചിലവുണ്ട്. കാരണം പിൻപിലുള്ളതിനെ വിടണം, മറക്കണം. കാരണം മുൻപിലുള്ളത് സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിൽ ഒരു ജീവിതം നമുക്ക് കിട്ടുകയാണ്. മുൻപിലുള്ള ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യുവാനായിട്ട് ഉണ്ട്. കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായവർ മാത്രം കരോട് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. യെസ്. So as the Bible says, it is not those who call Lord, Lord, but as Jesus Christ said, it's not those who call Lord, Lord, but who does the will of my Father in heaven, who enters the kingdom of God. And therefore, if we need to move from the earthly realms to the heavenly realms, we'll have to, just praising God and praising Jesus Christ is not enough, but you'll have to leave what is behind and follow Jesus Christ and do the will of the Father to move so that your soul can move from the earthly realm to the heavenly realms. इसके लिए ही हमें अधिकांश लोग, मसीह समूह के लोग जैसे करते हैं, यीशु मसीह की स्तुति प्रशंसा तो करते हैं लेकिन यीशु मसीह के पीछे नहीं चलते हैं। ऐसा नहीं होना है, ये मूर्खता की बात है। यीशु मसीह के पीछे चलते वक्त हम यीशु मसीह की स्तुति प्रशंसा करें, ये बिल्कुल सही बात है। तो हमें ऐसे करना है, यीशु मसीह के पीछे चलते चलते पिता परमेश्वर की जो इच्छा है हम उसके साथ में यीशु मसीह के द्वारा उसके राज्य में हमें हो जाना है। ഹല്ലേലൂയ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ രസകരമായ സംഭവമാണ് ദൈവം നമ്മളോട് പറഞ്ഞിരുന്നത്. സാത്താൻ ബോഡി രൂപത്തിൽ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബോഡിയിലുള്ള നീ ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് പോവുക. സിമ്പിളാണ് അത്. പക്ഷെ സാധാരണ മനസ്സിനത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഇനി യാത്രയും ബലാത്കാരികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. So what God is saying here is that is very simple. Before Satan comes to the earth in bodily form, you who have a body, your soul must move from the body to the heavenly realms. तो ये बिल्कुल सरल बात है जो परमेश्वर ने आज हमें बताया है कि हमें शैतान देहधारी होकर इस संसार में आने से पहले हम जो इस संसार में हैं और देह रूपी है, हमें आत्मरूपी होकर बदलना है। और ये बदलाव जो है, बदलाव में जो यात्रा है वो भी आसान नहीं है, वो बलपूर्वक ही हो सकता है, बलात्कारी वो प्राप्त कर सकेंगे। ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളുടെ ദേഹിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്ക് എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ, ബോഡി
ഇവിടങ്ങൾ മരിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോഡി, ദൈവത്തിൻ്റെ വചനം റോമ 8:10 പറയുന്ന രംഗമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണെങ്കിലും അവൻ്റെ ഉള്ളിലെ ആത്മാവ് ദൈവം നമുക്ക് തന്ന നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. ആ ജീവനുള്ള ആത്മാവിലേക്ക് ഈ ദേഹി വന്ന് ചേരുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ഇന്നുവരെയും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശുവിനെ സ്തുതിച്ചു മാത്രം പോയിട്ടുള്ള ഒരു ക്രമീകരണമാണെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കുക. അതിൽ ഞാൻ ഒതുങ്ങത്തില്ല. ഇന്നു മുതൽ യേശു 4 സുവിശേഷങ്ങളിലൂടെ 25 പ്രാവശ്യത്തിലധികം എന്നോട് പറഞ്ഞിട്ടുള്ള ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന ആ യാത്ര ഞാൻ ഇന്നു മുതൽ ആരംഭിക്കും എന്ന ഒരു തീരുമാനം എടുക്കുക. നഷ്ടങ്ങൾ അവിടെ ലാഭമായി മാറും. So all of you must take a decision that we will not just worship God and Jesus Christ, but we will also follow Jesus Christ, as it is written in the 4 Gospels more than 25 times, follow me. And when and by doing so, by the time the body dies and moves to the earth, your soul will be able to move into the heavenly realms. ये बात समझना है, हमारा प्राण सवारी करता है, हमारे शरीर के साथ क्या होगा? शरीर पृथ्वी में मर मिट जाएगा, जिस प्रकार रोमियो 8:10 में लिखा हुआ है, पाप के कारण तुम्हारा शरीर तो मर जाएगा लेकिन आत्मा वो जीवित रहेगा। तो इसके लिए आज हम एक निर्णय लें कि मैं बाकी सारे लोगों के साथ, अधिकांश लोगों के समान स्तुति आराधना करते हुए यहाँ पर नाश नहीं होऊंगा, लेकिन मेरी आत्मा प्रभु यीशु मसीह के पीछे चलते हुए, यीशु मसीह ने 4 सुसमाचारों में 25 से अधिक बार कहा है, वो आदेश को मैं स्वीकार करूंगा। यीशु मसीह के पीछे चलते मैं आत्मिक स्थानों में पहुंच जाऊंगा। പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഏറ്റവും വലിയ പിശാചിൻ്റെ ചതി എന്ന് പറയുന്നത് ക്രിസ്തീയ ഗോളങ്ങളിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊള്ളുക. വെളിപ്പാട് 3:21 ക്രിസ്തു നമ്മളോട് പറയാണ്, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങൾ ജയിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. എന്നാൽ ജയമൊന്നും വേണ്ടാതെ ചുമ്മാ ക്രിസ്തുവിനെ സ്തുതിക്കുക, നിനക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന സഭകളാണ് ഇന്ന് ലോകത്തിൽ ക്രിസ്തീയ തലത്തിൽ ഏറ്റവും വലിയ ദുരന്തം. പകരം ഇവരോട് ഞാൻ കേണപേക്ഷിക്കുകയാണ്. യേശു നമ്മളോട് ആജ്ഞാപിച്ചതുപോലെ 25 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവെ അനുഗമിക്കാൻ ഈ ജനത്തെ പഠിപ്പിക്കുക. അങ്ങനെ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി അതുവഴി മാറുവാനിടയാകും. ഈ ജനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ ദൈവം കാത്തിരിക്കുന്ന ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്നുള്ള ആ ദൈവ പൈതലിൻ്റെ ജനനം, ദൈവപുത്രന്മാരുടെ വെളിപ്പെടൽ നമ്മിലൂടെ കാണപ്പെടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് യേശുവെ സ്തുതിക്കുക മാത്രമല്ല, പ്രയോറിറ്റി യേശുവെ അനുഗമിക്കുന്നതിന് കൊടുക്കുവാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ജനത്തോട് പറയുകയാണ്, ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ യേശുവിനെ അനുഗമിക്കാൻ ഇടയാകണം. ആരും നിങ്ങളെ സഹായിച്ചാലും ഇല്ല എങ്കിലും. കാരണം നിങ്ങളുടെ ജീവനും പ്രാണനും ഒരല്പ ദിവസത്തിനുള്ളിൽ, അല്പ സമയത്തിനുള്ളിൽ ഇവിടെ അവസാനിക്കാൻ ഇടയാകും. So the book of Revelations chapter 3 verse 21 says, to the one who is victorious I will give the right to sit with me on my throne, just as I was victorious and sat down with my Father on his throne. So Bible is very clear that those who are victorious will inherit the kingdom of God and will sit with Jesus Christ on his throne. But the church today has forgotten even the message of trying to gain victory. According to the church, just going to church and praising God is enough. But you should know that that is not enough. As the Bible says in the gospel 25 times, Jesus Christ said, follow me. So just praising God is not enough. You need to follow him and gain victory and enter the kingdom of God. आज संसार में शैतान का सबसे बड़ा धोखा वो कलीसिया के द्वारा ही फैलता है। अनेक लोग कलीसिया में मानते हैं कि केवल वो प्रभु और परमेश्वर का स्तुति आराधना करेंगे तो वो स्वर्ग में पहुंच पाएंगे और सिंहासन पर राज कर पाएंगे। लेकिन यीशु मसीह ने स्पष्ट बताया प्रकाशित वाक्य 3:21 में, जिस प्रकार हम पढ़ते हैं कि जो जय पाता है उसे मैं अपने पिता के और उसके सिंहासन पर मैं उसे बिठाऊंगा। तो हमें ये बात को समझ रखते हुए हमें विजय पाने के लिए हमें प्रयास करना है. ഇതാ നമ്മളിവിടെ ക്രോസ് ചെയ്തുകൊണ്ട് ഇത് മീറ്റിംഗ് ഇപ്പോൾ തൽക്കാലം ഈ സെക്ഷനോട് അവസാനിപ്പിക്കുകയാണ്. ഇതാ പിടിച്ചോ, നമ്മുടെ ദേഹി 1 പത്രോസ് 1:9 പറയാണ്,
ദ എൻഡ് ഓഫ് അവർ ഫെയ്ത്ത്, മലയാളത്തിൽ കറക്റ്റ് അല്ല, ഇംഗ്ലീഷിലാണ് കറക്റ്റ്. ദ എൻഡ് ഓഫ് അവർ ഫെയ്ത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് അവർ സോൾ. സ്പിരിറ്റ് അല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ദേഹിയുടെ രക്ഷയാണ്. യേശുവിനെ രക്ഷകനായും കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവരായത്തിൽ വീണ്ടും ജനിച്ചു. എന്നാൽ നമ്മുടെ ദേഹി പഴയതുപോലെ തന്നെയാണ്. ഇനി ക്രിസ്തുവെ അനുഗമിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ യാത്രയിൽ, ഇതാ വിശ്വാസ യാത്രയിൽ എൻ്റെ അവസാനമാണ് നമ്മുടെ ദേഹിയുടെ രക്ഷ കടന്നു വരുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അങ്ങനെ പിശാച് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ നമ്മൾ ക്രോസ് ചെയ്ത്, ഇതാ നമ്മുടെ ആത്മാവ് പിടിച്ചോ മോനെ, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ച മണ്ഡലത്തിലേക്ക് എത്തുന്നു. നമ്മൾ ജയം പ്രാപിക്കുന്നു. യേശു പറഞ്ഞു, ജയിച്ചാൽ ഞാൻ ജയിച്ച എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. കുഞ്ഞിനെ പിടിച്ച് മടിയിരുത്തിക്കോ. ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം കേട്ടോ. അങ്ങനെ ഇതാ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും നമ്മളും കൂടെ ഒറ്റ സിംഹാസനത്തിലേക്ക് കയറി വരും, ഒരു കുടുംബമായി മാറും എന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് അവിടെ ദൈവത്തിൻ്റെ വചനം കാണിക്കുന്നത്. വെളിപ്പാട് 3:21 വായിച്ചിട്ട് ട്രാൻസ്ലേഷനിലേക്ക് പോകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ശ്രദ്ധിച്ചേ, സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തുവിലുള്ള നമ്മൾ ആത്മരൂപികൾ, നമ്മുടെ ദേഹി എല്ലാം കൂടെ ഒന്നായി മാറി. ഈ ഒരു രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി തീരണം എന്ന വാചന വ്യവസ്ഥയിലേക്ക് ഒരു കുടുംബമായി, ദൈവ കുടുംബമായി നമ്മൾ മാറണം. So the book of Peter chapter 1 verse 9 says, for you are receiving the end result of your faith, the salvation of your souls. So being born again is the beginning of a journey, and the end of the journey is the salvation of your souls. And for that you will have to leave what is behind and follow Jesus Christ so as to receive the final result, which is the salvation of the soul. And only if you do that, as it is written in book of Revelation chapter 3 verse 21, it says to the one who is victorious I will give the right to sit with me on my throne, just as I was victorious and sat down with my Father on his throne. So you need to gain victory to gain the salvation of your soul, and once that's happened, you will become you who will be the family of God, will sit on the same throne. God Jesus Christ as well as you will all sit on the same throne. हमारा विश्वास की ज़िंदगी का शुरुआत हमारे पुनर्जन्म पाने से, लेकिन उसका अंत या उसका प्रतिफल जैसे 1 पत्रस 1:9 में लिखा है, वो हमारे प्राणों का उद्धार है. तो ये प्राप्त करने के लिए हमें यीशु मसीह के पीछे चलते हुए, यीशु मसीह ने जो वादा दिया है, जो जय पाता है, प्रकाशित वाक्य 3:21 में लिखा है, जो जय पाए मैं उसे अपने साथ अपने सिंहासन पर बिठाऊंगा, जैसे मैं भी जय पाकर अपने पिता के साथ उसके सिंहासन पर बैठ गया. तो हमारा प्राण हमारे प्रभु यीशु मसीह के साथ मिलकर, यीशु मसीह पिता के साथ में है, पिता के सिंहासन पर है, तो हम भी वो स्थान में पहुंच पाएंगे. ഹല്ലേലൂയ. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിച്ച്, ഇപ്പോൾ നമ്മളൊന്ന് എഴുന്നേക്കാൻ പോവുക. ഈ ഒരു രംഗം നിങ്ങൾ മറക്കാതിരിക്കാൻ ഇവിടെ ഒരു ക്രോസിങ് നടക്കാൻ പോവുക. ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഒരു ക്രോസിങ് നടക്കാൻ പോകും. ആ ക്രോസിങ് അല്പം ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആകുമെന്നുള്ളവർക്ക് ക്രോസ് ചെയ്യണ്ട. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തില്ലേ? ഇവിടെ വന്നേ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പിശാച് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, സഭ അങ്ങോട്ട് ക്രോസ് ചെയ്തു. ഇതേപോലെ ആണുങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, സ്ത്രീകൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുക, കഴിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കരുത്. ഓക്കെ, ഇത് കാരണം നിങ്ങൾ ഈ രംഗം മറക്കരുത്, ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തേ. ഈ ഒരു ക്രോസിങ് നടന്നതുപോലെ ഈ സമയത്ത് പറയുന്ന സമയത്ത് സഹോദരങ്ങൾ ഇതാ എഴുന്നേറ്റുന്നില്ലേ? റെഡി. ഈ ഭാഗം അങ്ങോട്ട് ക്രോസ് ചെയ്യും, ആ ഭാഗം ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. പോരട്ടെ? യെസ്. പെണ്ണുങ്ങളെ പോയി ഇടിക്കരുത്, സൂക്ഷിക്കുക. യെസ്. ഹല്ലേലൂയ. സൂമിലൂടെ കാണുന്നവർ ഈ രംഗം വളരെ വ്യക്തതയോടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നിങ്ങളുടെ വലത് കൈ ഇടത് കൈയും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വലത് കൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ, ഇടത് കൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ. സൂമിലുള്ളവർ യെസ്.
ഗ്ലോറി ടു ഗോഡ്. ഒരു ഫിസിക്കൽ ആക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിത് ഓർമ്മ വന്നു. ഇത് എന്നെന്നും എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതാ എന്നെ ദൈവം ഏൽപ്പിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ക്രിസ്തുവെ അനുഗമിച്ച് അനുസരിച്ച് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. നിങ്ങളോട് ദൈവം സംസാരിച്ചോ? നിങ്ങൾ കരടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. വി താങ്ക് യു ഹെവൻലി ഫാദർ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. So we just enacted a crossing here, just like Satan crossed to the earthly realms, and the church, those who are born again, crossed into the heavenly realms. In the church we had people who are sitting on the right, that is all the brothers, crossed to the people who are sitting on the left, that's all the sisters, and vice versa. This is so that you will remember this part of the scripture. यहाँ पर अभी हमने एक बात किया है ताकि जो हमने सुना है वो संदेश हमारे मन में अच्छी तरह से बैठ पाए. जिस तरह से स्वर्गीय स्थानों से शैतान पृथ्वी में फेंका गया और पृथ्वी में जो उद्धार पाकर प्रभु यीशु मसीह के पीछे चले वे स्वर्गीय स्थान में पहुंचाए गए, वैसे ही उसी प्रकार हमने भाइयों के स्थान से भाइयों ने बहनों के स्थान और बहनों के स्थानों से वे लोग भाइयों के स्थान में आए. ये संदेश जो है हमारे मन में बिठाने के लिए. സാത്താൻ ആത്മമണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ദേഹി വസിക്കുന്ന ജഡമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പായി നമ്മുടെ ദേഹി ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലമായ ദൈവരാജ്യത്തിലേക്ക്, നമ്മുടെ സ്വർഗീയ പിതാവിങ്കിലേക്ക് ക്രിസ്തുവിൽ യാത്രയാകുന്നു. ഈ ഒരു സന്ദേശം ദൈവം ഇതാ സഭയ്ക്ക് ഈ ഭൂമിയിലേക്ക് അറിയിച്ചിരിക്കുന്നു. സഭ ഞാൻ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുവാൻ ഇനി കഴിയുകയില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. So today's message was that just like before Satan moves from the heavenly realms into the fleshly realms, we who are in the church, our soul must move through our Lord Jesus Christ from the fleshly realm into the heavenly realm. संक्षिप्त में आज हमने जो संदेश सुना वो ये है कि स्वर्गीय स्थानों से शैतान वो पृथ्वी के स्थानों में, पृथ्वी में या शारीरिक स्थानों में गिराया जाने से पहले हम जो संसार में है और शारीरिक स्थिति में है, स्थानों में है, वहाँ से हमें प्रभु यीशु मसीह के द्वारा रूपांतर पाते हुए यीशु मसीह के पीछे चलते हुए पिता परमेश्वर के पास में पहुँचना है. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഭൂമിയിൽ മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങയുടെ ചിന്തകൾ തൻ്റെ മക്കൾക്ക് തൻ്റെ ആത്മാവിനാൽ അങ്ങ് വെളിപ്പെടുത്തി തരുന്നതിനായും നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഇത് ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും ഇത് തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ഞങ്ങൾ അങ്ങയോട് പറയുന്നു, ഇതൊന്നും അറിയാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ കരുതലാണ്. ഇത്രമാത്രം ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന അങ്ങ് ഇത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി നന്ദി. അപ്പോൾ ഒന്നുകൂടി അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, ഇതിലൊന്നും നടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവെ കാണുവാൻ, അതുവഴി അങ്ങേ സ്വർഗീയ പിതാവിനെ കാണുവാൻ, ഇമ്മാനുവേൽ ഫംഗ്ഷൻ ദൈവം മനുഷ്യരോടുകൂടെ ഉള്ള ആ പദ്ധതി ഞങ്ങളിൽ നിറവേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ സഹായിക്കണമേ. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോഴും തുടർന്ന് ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സമാധാനവും ജീവനും ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ, പ്രിയ നല്ല പിതാവേ, ഇതോടുകൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ കടന്നു വന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് അവരെ സഹായിക്കണമേ. അങ്ങയുടെ ഭവനത്തിൽ എത്തിച്ചേരുക ഞങ്ങൾ ഏവരെ സഹായിക്കണേ. ഈ മക്കളേവരെയും എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഈ നിമിഷം ദൈവനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് സൗഖ്യം അവരുടെ മേൽ കൽപ്പിക്കുന്നു. ജീവൻ അവരുടെ മേൽ കൽപ്പിക്കുന്നു. സമാധാനം അവരുടെ മേൽ കൽപ്പിക്കുന്നു. ദൈവം എല്ലാ മേഖലയിലും ക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.
എമേൻ എമേൻ എമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത മക്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ഞങ്ങളോട് ട്യൂൺ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ മുതലാണ് മാർച്ച് മാസത്തിലെ ധ്യാനം ആരംഭിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാകാ, ക്രിസ്തുവെ അനുഗമിച്ച് ഇതാ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ജഡമണ്ഡലം വിട്ട് ആത്മമണ്ഡലത്തിലേക്ക്, ദൈവരായത്തിലേക്ക് യാത്രയാകാം. താങ്ക് യു. നന്ദി, നമസ്കാരം.